Hi friends, welcome back to our channel. Quarter Clicks. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചാലഞ്ച് ആയിട്ടാണ്. എന്ത് ചാലഞ്ചാ? വിസ്പർ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് വിസ്പർ ചാലഞ്ച്. എന്നാലും ഞങ്ങളായിരിക്കും മിക്കവാറും ലാസ്റ്റ് കപ്പിൾസ് ചെയ്യുന്നത് വിസ്പർ ചാലഞ്ച്. വിസ്പർ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വിസ്പർ ചെയ്ത് വേർഡ്സ് പറയുന്നത്. ഒരാൾ വിസ്പർ ചെയ്ത് വേർഡ്സ് പറയും. അപ്പോൾ മറ്റേ ആൾ ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് എന്തെങ്കിലും വെച്ചിട്ട് നല്ല ലൗഡ് മ്യൂസിക്കിൽ പാട്ട് കേൾക്കും. അപ്പോൾ അടുത്ത ആൾ പറയുന്ന വാക്ക് ഈ ഹെഡ്ഫോൺ വെച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ വേർഡ് പറയണം. അതാണ് വിസ്പർ ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 30 സെക്കൻഡ്സ് ടൈം അതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആര് സ്റ്റാർട്ട് ചെയ്യാം? ഞങ്ങളിവിടെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടല്ല 10 വേർഡ്സ് അല്ലേ? 10 വേർഡ്സ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഇപ്പൊ കാണിക്കും, ഒരു മിനിറ്റ്. എവിടെ പോവും? ഷൂട്ട് തുറന്നാറായി, എവിടെ പോകുന്നു? സോറി ഗൈസ്, ഇത് തെറ്റിക്കുവാണെങ്കിൽ നമുക്ക് പച്ചമുളകൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോവുകയാണെങ്കിൽ പച്ചമുളക് കഴിക്കണം. മധുരം വേണം. അതായത് ശരിയായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഈ എള്ളുണ്ട അത് കഴിക്കാം, ഒരെണ്ണം കഴിക്കാം. ഓക്കെ, അതായത് നീ ഇപ്പൊ എന്നോട് ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റാണെങ്കിൽ തെറ്റാ ഞാൻ പറയുന്നെങ്കിൽ മുളക് കഴിക്കണം, ഞാൻ എള്ളുണ്ട കഴിക്കും. തെറ്റാണെങ്കിൽ മുളക്. മുളക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ടൈമർ അപ്പൊ ടൈമർ ഞാൻ ഇപ്പൊ കഴിക്കാൻ പാടില്ല ചേട്ടാ. അല്ല, സാധാരണ മുളക്. ദേ കണ്ടോ, എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? സാധാരണ മുളക്. ഓക്കെ, ടൈമർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫോണിൽ, ഈ ഫോണിലല്ലേ നമുക്ക് പാട്ട് കേൾക്കാം. ഒന്ന് പാട്ടിട്ടാവോ നോക്കട്ടെ. അതിൽ പാട്ട് ഓക്കെ കേൾക്കാം. ഓക്കെ, ഓഫ് ചെയ്തേക്കാം. അപ്പൊ ഫസ്റ്റ് ആര് തുടങ്ങും? ഫസ്റ്റ് ഞാൻ തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. അല്ല, എന്താ ഞാനാണ് ചോദിക്കണ്ടേ? ലാലേട്ടൻ ചെവിയിൽ ഞാൻ പറയാം. ഫസ്റ്റ് ചോദ്യം നീയാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേർഡ് ഞാൻ എന്നിട്ട് മ്യൂസിക് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് വേർഡ് പറയാം. എന്നിട്ട് ടൈമർ സെറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് അല്ലേ? ഓക്കെ, എനിക്കും കേൾക്കാം നല്ല വോളിയം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ലാലത്തെ കേൾക്കാമോ? ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. 30 സെക്കൻഡ്സ് തീരുമ്പോൾ പറയണം. ഈസ് മൈ കൺട്രി. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇസബല്ലേ? ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇസ്മരിയോ? ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇഷ്ടമാണെങ്കിലോ? എന്നെ ഇഷ്ടമാണ് എന്നെ. ഇഷ്ടമാണ് എന്നെ. കൺട്രി. ഇഷ്ടമാണ് എന്നെ. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഞാൻ ഈ കളിക്കില്ല. നീ ശരിക്കും യുവാനേരം പറയുന്നില്ല. നീ ശരിക്കും പറയണത് നിങ്ങക്ക് കേൾക്കാൻ മേലായിരുന്നോ ഞാൻ പറഞ്ഞത്? പെട്ടെന്ന് സമയം. ഇത് കാന്താരിമുളകാണോ? അല്ല, സാധാരണ. ഇത് മൊത്തം കഴിക്കണോ? അല്ല, ഒരെണ്ണം ഒരു ഇച്ചിരി കടിച്ചാൽ മതി. കടിക്കേ കുറച്ച്, എന്നിട്ട് കഴിച്ചിറക്കണം. കഴിച്ചിറക്കണം. കൂടിപ്പോയി കഴിച്ചത്. കുറച്ച് ടിഷ്യൂ പേപ്പർ വേണോ? വേണ്ട, നമുക്ക് ഈ മധുരമുള്ളതെല്ലാം കഴിക്കാൻ പറ്റുമായിരിക്കും. ആൻസർ കറക്റ്റായിട്ട് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ അടുത്ത എൻ്റെത്. മാറ്റി വെക്കണോ? മാറ്റി വെച്ചേക്കാം, അതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ പാട്ട്. ഓക്കെ, ഞാൻ പാട്ടിടാൻ പോവാണേ. ഓക്കെ, ഞാൻ ഇപ്പം ഇവളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം, ടൈമർ ഇടാൻ പോവാണ്. വേർഡ് പറ. വേർഡ് പറയുന്നതിന് മുമ്പ് ടൈമർ ഇടും. ടൈമർ ഇടുന്ന വേർഡ് പറയും ഒന്നിച്ചാണ്.
ആന ആന കുഴി വീണോ? ആന എനിക്ക് മനസ്സിലാവുന്നില്ല. പറ. എനിക്കറിയില്ല. അരയന്നങ്ങളുടെ വീട്. കുഴിയിൽ വീണോ? അരയന്നങ്ങളുടെ വീട്. ഇത് കൂടുതൽ ഞാനെങ്ങനെ മനസ്സിലാവുന്നില്ല. ടൈമറായി. എന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് അരയന്നങ്ങളുടെ വീട്. അതിന് വാലിട്ട് ആനയെന്ന് പറഞ്ഞു എന്തിനാ? അരയന്നങ്ങളുടെ വീട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. സൂപ്പർ. ഞാൻ പറഞ്ഞായിരുന്നു ഇത് നല്ല സ്പൈസ് ലാൻഡിൽ നിന്ന് മേടിച്ചാണ്, പഞ്ചവടിയിൽ നിന്ന് മേടിച്ചാണ്, നോഫൽസിൽ നിന്ന് മേടിച്ചാണ്. കണ്ടിട്ട് നല്ല ലുക്കാ. ഇത് ഇത് പകുതി കഴിക്കണം, പകുതി കഴിക്കണം. ഒരു ചെറിയ കറി. ഓക്കെ, നീ പഠിത്തി വലിയ കുഴപ്പമില്ല. ഇനി അടുത്ത എന്റെ ഞാൻ മക്കാലോ. ഓക്കെ, എളുപ്പമുള്ളത് ചോദിക്കണേ. പിന്നെ എളുപ്പം ഉറപ്പായിട്ടും. പക്ഷെ നിന്നോട് ഇന്നലെ ഞാൻ ഈ ക്വസ്റ്റൻ ഒക്കെ പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പാട്ടിട എനിക്കൊന്ന് അയച്ചു തരാൻ, എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ തരാം ഞാൻ. പാട്ടിടാ. പാടിടട്ടെ. പാട്ടിട്ടോ. വേർഡ് നീലാകാശം. ഓക്കെ, ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഓക്കെ, ഉറക്കെ പറയണ ഇച്ചിരടെ. നീ ചൂണ്ടറങ്ങത്, ഞാൻ നിനക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ആനയെ കാണിച്ചാ പറയുന്നത്. നീലാകാശം. 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 നീലക്കാട്. നീലാകാശം. 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 കാണിക്കണ്ടായിരുന്നു. ഇന്നും സൗണ്ടിലേക്ക് എടുത്ത് പറയുന്നേ. ശരിയാണോ? കറക്റ്റ് ആയിരുന്നു. കഴിച്ചു. എള്ളുണ്ട് കഴിക്കാനേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതിനെക്കാട്ടിലൊക്കെ നല്ല ലുക്ക് ഉണ്ട് ഇതിലുണ്ടെങ്കിൽ. ഇനി അടുത്തത്. ഒരുപോലെ അല്ലല്ലോ ഇരിക്കുന്നത്. എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? ഇതെന്താ ഇത്? ഇതെന്താ ഇത്? ഇതുണ്ടോ? ഇത് നിന്റെ ഉള്ളിലുണ്ട, നിനക്കുള്ള ഉള്ളിലുണ്ട ഉണ്ടല്ലേ എല്ലാം. ഒന്നും ഇത് എന്ത് വെള്ളമാക്കി ഇരിക്കുന്നത്? എന്താ ഇത്? അതെ, അതിലെ ഇച്ചിരി പുളിയും മുളകുവാ. പ്രാങ്ക് എന്നതാ. പ്രാങ്കാ? ഇതിനിടയില്ല. അത് കൊള്ളാം. ഒരു ടിഷ്യൂ പേപ്പർ വെള്ളം വേണോ? വേണ്ട, പുളിയാ. പുളിയും മുളകും. എന്നാലും ആസ്വദിച്ച് കഴിച്ചല്ലോ. ആസ്വദിച്ചു, പക്ഷെ എന്തൊരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നി. എന്നാ ശരി, അടുത്തയിലോട്ട് പോവാണ്. ഇഷ്ടപ്പെട്ടോ? മാർക്കറ്റ് കേട്ടോ. ഇനി എത്രാമത്തെ ചോദ്യം? ഞാനല്ലേ വെക്കണ്ടേ? അല്ല, ഞാനാ ചോദിക്കുന്നത്. ശരി, എനിക്ക് എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഞാൻ എഴുതി കാണിച്ചാൽ മതിയോ? അങ്ങനെ കാണുന്നില്ല. 10-15 ചോദ്യം, 10-15 വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതില് ഏത് ചോദിക്കണം? നീ എന്താ എന്റെ പേപ്പർ നോക്കുന്നേ? ഞാൻ നോക്കിയില്ല. ഓക്കെ, അപ്പോ ലാലേട്ടന് ഒരു പോയിന്റ്. എള്ളുണ്ട കഴിച്ചില്ലേ ഒരെണ്ണം? മ്യൂസിക് ഇടാൻ പോണേ. ബുങ്ങ. ഞാൻ ഇവളോട് ചോദിക്കാൻ പോകുന്നത് കന്നാസും കടലാസും. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ്. ഓക്കെ, കന്നാസും കടലാസും. കല്യാശോ? കന്നാസും കടലാസും. എന്നാ? കന്നാസും കടലാസും. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. കന്നാസും കടലാസും. ലാലേട്ടൻ വാ കാണിക്കുന്നില്ല. കള്ളക്കളിയാ. ഇതിനപ്പുറത്തോട്ട് പറഞ്ഞാ മതി. വാ കൊണ്ട് പറ. കന്നാസും എന്നാ? കടലാസും. കല്യാട്ടോ? കന്നാസ്. ടൈമറായി.
ലാലേട്ടന്റെ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. ഒരു എക്സ്പ്രഷൻ അല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഈ സാധനം വരെ എടുത്ത് കാണിച്ചു. ഇതിന്റെ പേരെന്നാ? ഇതിന്റെ പേരെന്നാ? പേപ്പർ അല്ല, നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്? കടലാസ്. സി, കൃത്യമായിട്ട് ഞാനിത് കൃത്യമായിട്ട് എടുത്ത് കാണിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞ വാക്ക് കന്നാസും കടലാസും. അത് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കും. നിന്റെ അറ്റൻഷൻ മാറ്റാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ കാണിക്കും. ഞാൻ കാണിച്ചു, ഞാൻ ഇതെടുത്ത് കാണിച്ചു, ഇതെടുത്ത് കാണിച്ചില്ലേ? മാടി വിളിക്കുന്നു, കടിക്കൂ. എന്തെങ്കിലും കടിക്കാതിരിക്കുന്നതാണല്ലോ. ഞാൻ കടിച്ചു. നീ എന്റെ മുളകും നിന്റെ മുളകും കൂടെ നോക്കിക്കും. അത്രയും കടിക്കാനേ പറഞ്ഞു, മുളക് കടിക്കാനേ പറഞ്ഞുള്ളൂ. അത്രയും കടിക്കണം. ഇത് ഭയങ്കര ഫൗളാ കാണിക്കുന്നത് കളിക്കകത്ത്. ഓക്കെ, അടുത്ത എന്റെ ചോദ്യമല്ലേ? അല്ല, ഞാനല്ലേ ചോദിക്കണ്ടേ വീണ്ടും? നീ തോറ്റില്ലേ? തോക്കുമ്പോ ഞാൻ ഒന്നുകൂടെ ചോദിക്കണ്ടേ? ചോദിക്കാം അടുത്ത തവണ. പാട്ടെടുത്തോ. ഓക്കെ, ഇത് വെക്കാം. ഈ പാട്ടൊന്ന് മാറ്റി വല്ല ലാലേട്ടന്റെയോ വല്ല മമ്മൂക്കയുടെ ഒക്കെ പാട്ട്, നല്ല സൂപ്പർ ഹിറ്റ് പാട്ടൊക്കെ ഇടുമായിരുന്നു, നല്ലായിരുന്നു. പാട്ടിടാ, കേൾക്കാനൊരു ഇമ്പം ഉണ്ടായിരുന്നു. പാട്ടിടുവാണ്. കേട്ടോ കേട്ടോ, ലാലേട്ടൻ കേൾക്കാവോ? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം, ഈ ഹെഡ്സെറ്റ് താഴെ. അതാ കൂടുതൽ ഡാൻസ് കളിക്കരുതെന്ന് പറയുന്നത് കേട്ടു അല്ലേ? കൊച്ചുകളെ കേൾക്കാത്ത പോലെ ഇരിക്കുവാണേ. വേറൊരു പേഴ്സൺ. ഓക്കെ, ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ. അയ്യോ സോറി, ഞാനേ പറഞ്ഞില്ല വേർഡ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഓക്കെ, സ്റ്റാർട്ട്. ഗോ. മുറ്റത്ത് മുണ്ടക്കയത്ത് മുല്ലയ്ക്ക് മണമില്ല. മൂക്കില്ല രാജ്യത്തോ? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഞാൻ നന്നായിട്ടോ ലാലേട്ടൻ ആക്ഷൻസ് ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പറഞ്ഞു. എനിക്ക് 2 എണ്ണം കഴിക്കാം. ഇല്ല, ഒരെണ്ണേ കഴിക്കാവുള്ളൂ, വേണമെങ്കിൽ കഴിക്കാം. ഉള്ളത് വലുതെടുക്കാം, കാരണം വലുത് കിട്ടിയില്ല. ഏറ്റവും നല്ലത് അതിലായിരിക്കും ചിലപ്പോ വേറെ എന്തെങ്കിലും വരുന്നത്. പെട്ടെന്ന് കഴിക്ക്. ഇപ്പൊ നിലവില് നമുക്ക് പോയിന്റ് ലാലേട്ടന് 2, എനിക്ക് 2, എനിക്ക് 0. നിനക്ക് ആനമട്ട 0 വാങ്ങിച്ചു തന്നാ മതി. അപ്പം അടുത്ത ചോദ്യം, മ്യൂസിക് പ്ലേ ചെയ്തോ? മ്യൂസിക് പ്ലേ ചെയ്തു. നോക്കട്ടെ ഇതെല്ലാം ചോദിക്കണോ? പാവല്ലേ, ഒരു എളുപ്പമുള്ളത് ചോദിച്ചേക്കാം. ഓക്കെ, അടുത്തത് ഞാൻ ചോദിക്കാൻ പോകുന്നത് സുന്ദരിക്ക് പൊട്ടുകുത്ത്. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ്. സുന്ദരിക്ക് പൊട്ടുകുത്ത്. സുന്ദരിക്ക് പൊട്ടുകുത്ത്. ഞാനത് എനിക്കിത് വേണം, ഞാൻ വടി കൊടുത്ത് അടി മേടിച്ചത്. എന്തുമാത്രം വേറെ വാക്കുകളുണ്ടായിരുന്നു ഇവിടെ. ഉള്ളതിൽ ഏറ്റവും എളുപ്പമുള്ളത് കുഴപ്പമില്ല, ഒരു മധുരം കഴിക്കുന്ന കൊള്ളാം. ചെറുതെടുക്കാവുള്ളൂ. പിന്നെ എനിക്കിഷ്ടമുള്ള പകുതി ആടി. എള്ളു ശരീരത്തിന് നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത്. ഡാഡി പ്രത്യേകം പറയാറുണ്ടായിരുന്നു, നാട്ടിലായിരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം 2 എള്ളുകൊണ്ട് കഴിക്കണം. ഇനിയിപ്പോൾ എൻ്റെ അല്ലേ? 1 2 2 1. ഓക്കെ ഓക്കെ. കണ്ടവാനോ ഹഡോൽക്കജൻ. ഓളിയും കുറയ്ക്കാൻ വല്ല മാർഗമുണ്ടോ? കുറച്ച് എൻ്റെ ഓളിയും കുറയ്ക്കാനോ? ഇതിൻ്റെ അല്ല, ഇപ്പം ഞാനാ കുറ്റക്കാരൻ, ഇതല്ല. ഓ, കള്ളു കുടിക്കണം, ആലോചിക്കണം. ഒന്നുകൂടെ പറയേ. കള്ളു കുടിക്കാൻ
കള്ളു കുടിച്ചുറങ്ങണം. ഹഡോൽക്കജൻ. ഹഡോൽക്കജൻ. കണ്ണടച്ചോടിക്കണോ? ഹഡോൽക്കജൻ. കാലോചനോ? ഹഡോൽക്കജൻ. ആലോചിക്കാനോ? ഹഡോൽക്കജൻ. ആലോചനയോ? സത്യം പറഞ്ഞ ഹഡോൽക്കജൻ. അതെന്നാ വാക്ക്? അഡോൾ ഫിൽറ്ററിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്ത് വാക്ക്? ഇത് ഏത് ലാംഗ്വേജ്? വാക്കുണ്ട്, കണ്ടുപിടിച്ചാൽ മതി. ഏത് ലാംഗ്വേജ്? എനിക്കറിയത്തില്ല, ഒരു വാക്കുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ് ഞാനൊന്ന് എഴുതി വെച്ചോ, മറന്നു പോകും ചിലപ്പോൾ ഷൂട്ട് കഴിയുമ്പോഴത്തേക്ക്. എന്ന് പറഞ്ഞ് ഹഡോൽക്കജൻ. ഹായ് ആണോ? ഹഡോൾ കജൻ. ഇക്കായ? അതൊന്നും എനിക്കറിയത്തില്ല. ഹഡോൾ കജൻ. ഹർഭജൻ സിംഗ് എന്നും കേട്ടിട്ടുണ്ട്, അഡോൾ ഫിൽറ്ററിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഇനി ഞാൻ അല്ല, അപ്പൊ എനിക്ക് പണിഷ്മെന്റ് ഇല്ല ഇവരെ സ്കിപ്പ് ചെയ്ത്. ഉണ്ട്, കഴിക്ക്. മുളക് ഞാൻ മറന്നുപോയി. താങ്ക് യു ഓർമ്മിപ്പിച്ചതിന്. കുറച്ച് കഴിച്ചാൽ മതി. ഓ ഇതന്നെയാ ഇത്. ഈ മുളകിനൊക്കെ എന്നാ വിലയെന്ന് അറിയും ഇപ്പം. ഓ ഇത്രയും കടിക്കാൻ ആരെങ്കിലും പറഞ്ഞു? ഓക്കെ, പാട്ടെടുക്ക. ഓക്കെ, ഞാനല്ല ചോദിക്കണ്ടേ? മ്യൂസിക് പ്ലേ ചെയ്യുന്നു. കേട്ടെ, ഞാൻ ചെയ്തോളാം, നീ അവിടെ ഇരുന്നാ മതി. ഓ പേടിച്ചു പോയി. നിനക്കിട്ട് ഞാൻ തന്നെ മറന്നു പോയോ? ഞാൻ ചോദിക്കാൻ പോകുന്നത് അത്തള പിത്തള തവളച്ചി. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ്. വേണ്ട പോയി. അത്തള പിത്തള തവളാച്ചി. അത്തള പിത്തള തവളാച്ചി. നല്ല എളുപ്പമായിരുന്നു. എനിക്ക് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളായിരുന്നു. എന്റെ പറഞ്ഞോ? ഉള്ളതിൽ ഏറ്റവും കട്ടയപ്പ് ചോദിച്ചു. അത് ആദ്യത്തെ ചോദ്യത്തിന് തന്നെ പറഞ്ഞു. അത് എന്നോട് ചോദിക്കാണ്ട് എടുത്ത് കഴിച്ചത്. രണ്ടെണ്ണം എടുത്തു. ശരിക്കും ഇരിക്കുന്നു. ശാലം വെള്ളം തരാം. ഇല്ല, എന്റെ കണ്ണിക്കൂടെയൊക്കെ വെള്ളം വരുന്നുണ്ടോ? വേണോ? വേണമെങ്കിൽ ഒരിച്ചിരി വെള്ളം കുടിച്ചോ? വേണോ? വേണ്ടല്ലേ? ഓക്കെ ആണോ? ഓക്കെ, മ്യൂസിക് പ്ലേ ചെയ്യട്ടെ. വെള്ളം വേണോ? വേണ്ട. ഉണ്ട്, ഇതാ വേണ കേട്ട് നോക്ക്. ഓക്കെ, can you sing a song? Okay, പറയട്ടെ. ഓക്കെ, can you sing a song? Can you sing a song? Can you sing a song? ഏറുചിക സോങ്ങോ? ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്യല്ലോ കേട്ടോ. Can you sing a song? എങ്ങനെ മിക്സ് ചെയ്യാം? ഒന്നുകൂടെ പറ. Can you sing a song? നീ ചിരിക്കരുത്, നീ ചിരിക്കുവാ. നീ നന്നായിട്ട് പറ. എനിക്ക് അടുത്ത 30 സെക്കൻഡ്സ് കൂടെ വേണം. Can you sing a song? എണീറ്റ് നിൽക്കണം. Can you sing a song? Can you sing a song? ആലോചിക്കാൻ സമയം വേണം. ഇനിയില്ല സമയം. സമയം തീർന്നോ? അല്ല, ഇത് ഫൗളാ ശരിക്കും പറഞ്ഞ. ഇതിനകത്ത് Can you sing a song? അതല്ല ഇതിനകത്ത് ഞാൻ പറയാം, ഇതിനകത്ത് ഭയങ്കര വലിയ ഫൗളാ. നീ ഒന്ന് ചോദിക്കും, എന്നിട്ട് നീ 5 സെക്കൻഡ് നേരം നീ ചിരിക്കും. പിന്നെ ഞാൻ ചിരിച്ചു. അപ്പൊ 5 സെക്കൻഡ് എനിക്ക് കൂടുതൽ തരണം. ഇതെന്താ ചോദിച്ചത്? എന്തായിരുന്നു? Can you sing a song? അല്ലാണ്ട് സോങ് ഒക്കെ കേട്ടല്ലോ. സോങ് കേട്ടു. അതുപോലെ ഞാനും പറഞ്ഞ Can you sing a song? മനസ്സിലായോ? ഓക്കെ, നോ ആർഗ്യുമെന്റ്സ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ എന്റെ മുളകല്ലേ? ഇതിപ്പോ ഞാൻ ഒറ്റയടി കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 7 ചോദ്യത്തിന് ഞാൻ ഇനി തരും. ഓരോന്നിനും കുറേശ്ശെ കഴിച്ചാൽ മതി അല്ലേ? അതാ നല്ലത്. വേണമെങ്കിൽ എന്റെ കൂടെ തരാം, അത് തീരുവാണെങ്കിൽ. ഓക്കെ, പുളിക്കത്ത് മുക്കിക്കോട്ടെ. അത് ശരി. ഓ വേണ്ടായിരുന്നു. ഓക്കെ, ശരിയാ. മ്യൂസിക് സ്റ്റാർട്ട്. There you go.
ശകലം പോലും നിനക്ക് എന്നോട് ദയയില്ലെന്നാണ് എനിക്ക് മനസ്സിലായി. ഞാനേ ഈ പ്രാവശ്യം ഇച്ചിരി കട്ടിയുള്ള ഇരിക്കുന്നത്. നാടൻ പന്ത് കളി. തലകുത്തി എഴുതാനും പറയാല. നാടൻ പന്ത് കളി. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് ഹിയർ. ചോ ഓളി വെക്കട്ടെ. നാടൻ പന്ത് കളി. നാടൻ പന്ത് കളി. നാടൻ പന്ത് കളി. നാട്ടിപ്പത്തിരിയോ? നാട്ടിപ്പത്തിരിയല്ല, നാട്ടിൽ പുട്ട്. നാടൻ പന്ത് കളി. നാട്ടണോന്ന് കുറ്റി അടിച്ച് നാട്ടണം. നാടൻ പന്ത് കളി. നാട്ടില് തലകുത്തി നിക്കണോ. നാടൻ പന്ത് കളി. കുത്തരിയോ? നാടൻ പന്ത് കളി. പന്തല്ലോ? പന്തില്ലേ, പന്ത്. ടൈം. ഇത് ആദ്യം എടുത്ത് വെക്കുമ്പോൾ നാടൻ പന്ത് കളി. അതിനെക്കുറിച്ച് വല്ല ഒരു എന്തെങ്കിലും ലിപ് മൂവ്മെന്റ്സ് കിട്ടിയായിരുന്നോ? ഇല്ല. ഓ, ഇത്രയും ചോദ്യം ചോദിച്ചതിൽ ഒരെണ്ണത്തിനെങ്കിലും ഒരു സന്തോഷത്തോടു കൂടി. എല്ലോണ്ടേ അല്ല, ഞാൻ എന്നോണം പണിഷ്മെന്റ് ഒക്കെ ഞാനാ തരുന്നത്. ഇതിന്റെ പകുതി കടിക്കണം. പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അടുത്ത പ്രാവശ്യം ഞാൻ നിന്റെ മുളക് കടിക്കുള്ളൂ. എനിക്കൊരു സംശയമുണ്ട്, നീ ഇതിനകത്ത് വല്ലതൊക്കെ ചെയ്തു വെച്ചിരുന്നു. മുമ്പ് കടിച്ചതിന്റെ എരിവെപ്പോഴും പോയിട്ടില്ല. അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയി? ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 4, 5? 5 ക്വസ്റ്റ്യൻസ് ആയെന്ന് തോന്നുന്നു. ഓക്കെ, ആറാമത്തെ ചോദ്യം. ഞാനല്ലേ? അല്ല, വെച്ചോ. ഇതൊരിക്കലും പറയാൻ പോകുന്നില്ല. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. പാലക്കാരെടുത്ത കളി. പിന്നെ എന്നാലും എനിക്കിത് 100% മ്യൂസിക് ഇട്ടേക്കാം. ഇടട്ടെ? ഈ ചെവിട് ഡയപ്പർ അടിച്ചു പോയാല് അതൊക്കെ ചെവിട് പറയണ്ട. വൈദ്യുതി നിഗമന ആഗമന നിയന്ത്രണ യന്ത്രം. അത് ഇംഗ്ലീഷാണ്. സ്വിച്ച് വേർഡാണ്. സ്വിച്ചില്ലേ, നമ്മുടെ സ്വിച്ചൊക്കെ ഇടും, അതാണ്. അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് വൈദ്യുതി നിഗമന ആഗമന നിയന്ത്രണ യന്ത്രം. ഓക്കെ, ഇതൊക്കെ എനിക്ക് നോക്കി പറയേണ്ടി വരും. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. വൈദ്യുതി നിഗമന ആഗമന നിയന്ത്രണ യന്ത്രം. സെന്റൻസ് പറയുന്നു. വൈദ്യുതി കമ്പി നിഗമന വൈദ്യുതി നിഗമന ആഗമന നിയന്ത്രണ പറഞ്ഞേ. വൈദ്യുതി നിഗമന ആഗമന നിയന്ത്രണ യന്ത്രം. വൈദ്യുതി നിലച്ചു പോയോ? വൈദ്യുതി നിഗമന ആഗമന നിയന്ത്രണ യന്ത്രം. വൈദ്യുതി നിലച്ച് നിഗമന ആഗമന നിലയനം. വൈദ്യുതി നിലച്ച ആഗമന നിലയനം. വൈദ്യുതി നിലച്ച കുറെയൊക്കെ ശരിയായി. വൈദ്യുതി നിലച്ച ആഗമന നിലയനം. വൈദ്യുതി നോക്കുവാണേ. വൈദ്യുതി നിഗമന ആഗമന നിയന്ത്രണ യന്ത്രം. ഇതിന്റെ നമുക്ക് ഇവിടെ വെച്ച് ഈ പരിപാടി ഷൂട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ഇത് ഞാൻ എഴുതി വെച്ച് ഇത് കണ്ട നിങ്ങൾ എല്ലാരും കാണുന്നത് എന്തുമാത്രം എളുപ്പമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം എഴുതി കാണിച്ചിരിക്കുന്നേ. പിന്നെ മുളക് മുളകില്ല. ഇനിയിപ്പം ഞാൻ നിന്റെ മാറ്റി കഴിക്കാം. നോ, 2 പേർക്ക് 2 പോയിന്റ്സ്. കടിക്ക് പറ്റുന്നു. ഓക്കെ, അപ്പോൾ നമ്മള് നിനക്ക് വെച്ചോളൂ. എനിക്ക് 6 ക്വസ്റ്റ്യൻസ് ആയെന്ന് തോന്നുന്നല്ലേ? 6 കഴിഞ്ഞു. ഇത് 7ാമത്തെ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ മ്യൂസിക് പ്ലേ ചെയ്യാൻ പോണ. പോയിന്റ് 2-2. മ്യൂസിക് പ്ലേ ചെയ്തിരിക്കുന്നു. ഇരിക്കട്ടെ, വോളിയം കുറയ്ക്കാം. എന്റെ വോളിയം വേണേ കുറയ്ക്കാം. ടിഷ്യൂ പേപ്പർ വന്നായിരുന്നു. എന്റെ ഈശോ മാതാവേ, വെള്ളം വേണോ? വെള്ളം വേണ്ട. ഓക്കെ, ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓക്കെ, ടൈം സ്റ്റാർട്ട്സ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ വെച്ച നാൾ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ടോ ഈ മുഖം? ആണോ? ഓർമ്മയുണ്ടോ ഈ മുഖം? 13 സെക്കൻഡിൽ പറഞ്ഞോ. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചോദ്യം മൊത്തം മാറ്റണം. ഹലോ, ഇതിനകത്ത് 1 സെക്കൻഡ് 7 വേണം. എനിക്ക് ഞാൻ എള്ളുകൊണ്ട് എടുത്തു. 3 എണ്ണോടെ ഉണ്ട് നീട്ടത്തിലുള്ള ചോദ്യം. അതിലെടുക്കാം. എള്ളുണ്ടേ അല്ല.
ഞാൻ കറക്റ്റ് തോന്നുന്നു. എനിക്ക് 3 പോയിന്റ്സ് 2 പോയിന്റ്സ്. ഇനിയിപ്പോൾ ഞാൻ വെക്കണം. ശകലം മനുഷ്യപ്പെട്ടൊക്കെ കാണിക്കാം കേട്ടോ. ശകലം എളുപ്പമുള്ളതൊക്കെ ചോദിക്കട്ടെ പ്ലീസ്. 3-4 പ്രാവശ്യം മുളക് അടിച്ചു. അടുത്ത പ്രാവശ്യം നമുക്ക് പഴുത്ത മുളക് കഴിക്കാം. അതെന്തേലും ആട്ടെ. മ്യൂസിക് ഇടാം അല്ലേ? മ്യൂസിക് പ്ലേ ചെയ്തില്ല എന്തൊരു പറയട്ടെ. സോൾട്ട് ആൻഡ് പെപ്പർ. സ്റ്റാർട്ട് ചെയ്യണേ. സോൾട്ട് ആൻഡ് പെപ്പർ. ചോറും പപ്പടവും. സോൾട്ട് ആൻഡ് പെപ്പർ. സോൾട്ട് ആൻഡ് പെപ്പർ. ചോറ്. സോൾട്ട്. സോണി. സോൾട്ട്. ഒന്നും പറഞ്ഞേ. സോൾട്ട് ആൻഡ് പെപ്പർ. സോൾട്ട് ആൻഡ് പെപ്പർ. ചോട്ടില. സോൾട്ട് ആൻഡ് പെപ്പർ. പപ്പടോ. സോൾട്ട്. ചോട്ട്. സോൾട്ട്. ചോട്ട്. കണ്ടോ ഇപ്പൊ ശരിക്കുന്നു. കണ്ടോ? സോൾട്ട് ആൻഡ് പെപ്പർ. തോട്ടിൽ പെപ്പറോ? തോട്ടിൽ പെപ്പർ. തോട്ടിൽ പെപ്പർ. സോൾട്ട് ആൻഡ് പെപ്പർ. തൊഴിക്കാൻ പെപ്പർ. തൊഴിക്കാൻ. സോൾട്ട് ആൻഡ് പെപ്പർ. എന്തുവാ ചോറ് പെപ്പർ പപ്പടം. പക്ഷെ ഞാൻ പെപ്പർ എന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല, സോൾട്ടും പറഞ്ഞില്ല, പപ്പടം. പെപ്പർ പപ്പടം എന്ന് പറഞ്ഞു. പപ്പടം. ഞാൻ എന്നിട്ട് പെപ്പർ എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. ചോറിൽ പെപ്പർ വന്നു. പക്ഷെ നിന്റെ ഈ ലിപ് മൂവ്മെന്റ്സിന് നീ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. തമാശല്ല, കുറച്ചുകൂടെ ഒക്കെ പ്രാക്ടീസ് ചെയ്താല്. എന്നിട്ട് ഞാൻ പറഞ്ഞ ആൻസർ 2 ഉത്തരം എങ്ങനെ കിട്ടി? അത് സിമ്പിൾ ആയിരുന്നു കുറച്ച്. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ സിമ്പിളാ. സോൾട്ട് ആൻഡ് പെപ്പർ ഞാൻ നിന്നോട് ചോദിക്കുവാണെങ്കിൽ എങ്ങനെ ചോദിക്കുമെന്ന് അറിയോ? സോൾട്ട് ആൻഡ് പെപ്പർ അല്ലേ? അല്ല, അങ്ങനെ ചോദിച്ചാൽ എന്തായിരുന്നു പ്രശ്നം? അങ്ങനെയല്ലേ ഞാനും പറഞ്ഞു. നിങ്ങളെല്ലാം കേട്ടതല്ലേ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഒരു എള്ളുണ്ട കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എള്ളുണ്ട കഴിക്കാം. ഇല്ല, മുളക് കടിക്കുക. കുറച്ച് കഴിച്ചാൽ മതി. കുറച്ച് കഴിച്ചാൽ മതി. ഒത്തിരി തേരി കയറ്റി വെക്കരുത്. ഇല്ല ഇല്ല, കുറച്ച്. എന്റെ മുളകിന് അല്ലി കൂടുതലുണ്ട്. അതെന്നാന്നറിയോ? ഇങ്ങനെ ആരമായി അമ്പഴങ്ങ കഴിക്കുന്ന പോലെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാലാ. അതുകൊണ്ട് കുറച്ച് കഴിക്കണം. എന്റെ കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? നമ്മൾ ഒരു എന്റെ കുറച്ച് കടിച്ചോ, കുഴപ്പമില്ല. അടുത്തന്നെ. ഓക്കെ, ഇപ്പൊ കടിക്കണം. ഇത് കണ്ടില്ലേ? നിന്റെ മുളകുണ്ടോ? നിന്റെ മുളക് കുറച്ച് കടിക്കണം. ഒരല്ലി പോലും ഇല്ല. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നത്? ഇത് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നോ? ഓ, അടുത്ത എൻ്റെ മതി. അടുത്ത വെച്ചു. ഉടനെ കണ്ണിങ്ങോട്ടാ. ഞാൻ നോക്കിയില്ല. വിശറി ഉണ്ടോ? ഓക്കെ, മ്യൂസിക്. ഞാൻ അടുത്ത് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ് പഴംപൊരി. ഓക്കെ, പഴംപൊരി കണ്ടുപിടിക്കുമായിരിക്കും മിക്കവാറും. ഭയങ്കര ബ്രില്ലിൻ്റെ, ഭയങ്കര കുരുട്ടുവത്തിയാന്നേ ഉള്ളൂ. ബ്രില്ലിൻ്റെ കോപ്പ. ചോദിക്കാൻ പോകുന്നു. ടൈം സ്റ്റാർട്ട്സ്. പഴംപൊരി. പഴംപൊരി എന്താ? ബ്ലഡോ? പഴംപൊരി. പഴംപൊരി. അപ്പൊ മുളക് കഴിച്ചോ? മുളകോ? എനിക്ക് ഞാൻ ശരി ഉത്തരാ പറഞ്ഞേ. അല്ലല്ല, പഴംപൊരി അല്ലേ? പഴംപൊരി ശരി ഉത്തരാ. അപ്പൊ പിന്നെ ഒരെണ്ണം കഴിച്ചു. അതിന്റെ പകുതി കഴിച്ചാൽ മതി. പിന്നെ എനിക്കപ്പൊ 4 പോയിന്റ്സ്. ഓക്കെ, വേറെ വല്ല കുക്കീസോ വല്ലതും വെച്ചാൽ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു എള്ളുണ്ട വെച്ചപ്പോഴത്തേക്കും എനിക്കായിരിക്കും കൂടുതൽ എള്ളുണ്ട കഴിക്കാൻ പറ്റുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ എത്ര പോയിന്റ്സ്? എത്ര? 4. എനിക്ക് 4 പോയിന്റ്സ്. എനിക്ക് 4, നിനക്ക് 2. എത്രയാ? തിരിച്ച് ശരിക്കും പറ. എനിക്ക് 2, നിനക്ക് 4. ഓക്കെ, ഇപ്പൊ ഞാനാണോ? അടുത്ത ക്വസ്റ്റ്യൻ. 4 കാലി. ഓക്കെ, 60 സെക്കൻഡ് വെച്ചു. 60 സെക്കൻഡ്. 60 സെക്കൻഡ് വെച്ചു. 4 കാലി. 4 കാലി. 4 കാലി. 4 രൂപ. 4 കാലി. 4 കാല്.
നാൽക്കാലി നാൽക്കാലി നാ- നാൽക്കാലി നാല് കാൽ. നാൽക്കാലി ചുരുടെ നാൽക്കാലി തൽക്കാലം. നാൽക്കാലി കല്ല് കൊള്ളണം. നാൽ 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 നാൽക്കാലി നാൽ കാലി നാൽക്കാൽ. നാൽക്കാലി 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 നാൽക്കാലി. എന്റെ അമ്മ നാല് കാലെന്നൊക്കെയാണ്. രണ്ടെണ്ണം ഏ? രണ്ടെണ്ണം ഒരെണ്ണം ഞാൻ എടുത്തോളാം. വലുത് അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം അതുമായിട്ട്. പിന്നെ ഓക്കെ അപ്പോൾ ഓ എത്ര നേരം കൊണ്ടാന്ന് എള്ളുണ്ട് കഴിക്കുന്നത്. അപ്പോൾ 3 4 4 3 4 3 ഓക്കെ നെക്സ്റ്റ്. എനിക്ക് 3 ആണല്ലോ എത്ര നേരമായിട്ട്. അതൊക്കെ ഞാൻ ചെയ്തോളാം. തോന്നുന്നുണ്ട് നീ അവിടെ അവിടെ ശ്രദ്ധിച്ചിരിക്കും. ഉടനെ പേപ്പറിലോട്ടാണ് നോക്കുന്നത്. ഞാൻ നോക്കിയൊന്നുമില്ല. അപ്പോൾ നോക്കിയൊന്നൊരു സംശയമുണ്ടോ എനിക്ക്. ഏതാ ചോദിക്കണ്ടേ? പെട്ടെന്ന് ആവട്ടെ. ഇതിന് ഒരു ലോഡുണ്ടോ? ഓക്കെ മ്യൂസിക്. അടുത്ത ചോദ്യം രാവണപ്രഭു. രാവണപ്രഭു. ഹലോ ജബാ. ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പേടിക്കണ്ട. ഞാൻ ടെസ്റ്റ് ചെയ്തതാ. ജഗരെ മനസ്സിലായില്ലേ? ഇല്ലേ? ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ടൈം സ്റ്റാർട്ട് ചെയ്യാം. അറിയോ? രാവണപ്രഭു. രാവണപ്രഭു. എന്നെ രാവണപ്രഭു. ഒന്നുകൂടെ പറ. രാവണപ്രഭു. രാവണൻ. രാവണപ്രഭു അല്ലേ? ആണോ? രാവണപ്രഭു ശരിയാ. ഓ എത്ര സെക്കൻഡില്ല? 18 സെക്കൻഡോ 20 സെക്കൻഡിലെങ്ങാണ്ടായി. ഞാൻ കൂടുതലായിട്ട് അങ്ങ് സംസാരിക്കുന്നുണ്ടോ സംശയമുണ്ട്. ഉണ്ടായിരിക്കും മനസ്സിൽ. ഇതാ ഞാൻ കഴിക്കാൻ പോണേ. അപ്പോൾ 5 4. ഇത് ലാസ്റ്റ് ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ക്വസ്റ്റൻ ആയിരിക്കും. 9ാമത്തെ ചോദ്യം. ഇവിടെ എളുപ്പമുള്ളവരണം താടി. ഇവിടെ സത്യം പറഞ്ഞാൽ നീ അങ്ങനെയാണ് ഒന്ന് കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഞാൻ ഇന്നലെ രാത്രിയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത നീ ഇത് എടുത്ത് നോക്കിയായിരുന്നു? അത് ഇന്നലെ എഴുതി വെച്ചേ. അല്ല ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ എല്ലാം വേർഡ് ഫോർമാറ്റിൽ ഞാൻ ആക്കി വെച്ചായിരുന്നു. എവിടെ പോലെ ഫോൺ കൊണ്ടുപോകും? പിന്നെ ഞാനെങ്ങനെ നോക്കും? സത്യം പറയില്ലല്ലോ. ഇത് വെക്ക് ചെവിയില. എനിക്കാണോ? ഓക്കെ. അപ്പം നമ്മൾ ഈ ഷൂട്ട് തുടങ്ങിയ സമയത്ത്, തുടങ്ങുന്നതിന് മുമ്പ് ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് നമ്മൾ പിള്ളേരെ കിടത്തി ഉറക്കിയിട്ടാണ് നമ്മൾ ഈ ഷൂട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇതാണ്ട് 2 പേരും ഇപ്പോൾ എണീറ്റു. അപ്പോൾ നമുക്ക് ഈ ഷൂട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പേരുടെയും പ്രസൻസ് ഇപ്പോൾ ഇവിടെ ആവശ്യമാണ്. അപ്പം നമ്മൾ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. ഇദ്ദേഹം എഡിസ്റ്റൈൻ. ഞങ്ങളുടെ വീട്ടിലെ അന്നാമോൾ എന്ന് വിളിക്കും. എഡിസ്റ്റൈൻ അന്നാമോൾ എന്ന് വിളിക്കും. ഇത് എസ്തർ. ഞങ്ങൾ ഇവിടെ എസിമോൾ എന്ന് വിളിക്കും വീട്ടില്. എസ്തർ എസിമോൾ എന്ന് വിളിക്കും. എസ്തർ എസിമോൾ എന്ന് വിളിക്കും. ഇനിയിപ്പോ ഒരു രക്ഷ ഉണ്ടാവത്തില്ല. നല്ല സൗണ്ടും നല്ല ബോളും ആയിരിക്കും. ഉറക്കം എന്ത് ടേബിൾ വെച്ചാലും അവൾക്ക് വേണം. അപ്പോ ഒരു സെക്കൻഡ് ഞാനൊന്ന് സെറ്റ് ആക്കിയിട്ട് ഇപ്പൊ വരാവേ. അപ്പോ ഇനി 4 പോയിന്റ്സ് 3 5. എനിക്ക് 5, നിനക്ക് 3. എനിക്ക് 5 3. തിരിച്ചു പറയാം. ഓക്കെ ചെലവ് ചെയ്യോ? എനിക്ക് 5. ആലോചിക്കാം. എനിക്ക് 5. അപ്പൊ തൽക്കാലം എനിക്ക് 3, നിനക്ക് 5. അപ്പൊ അടുത്ത ചോദ്യം നീയാണ്. അപ്പൊ ഞാൻ ഹെഡ്സെറ്റ് വെക്കണം. പാട്ട് കേൾക്കാതെയോ? പിന്നെ പാട്ട് വേണം. ആയിരിക്കട്ടെ. പാട്ടൊന്ന് മാറ്റി പിടിക്കായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. ഇനിയിപ്പോ തീരാറായില്ലേ? ഓക്കെ മിസ് പ്ലേ ചെയ്യാലോ. സ്റ്റാർട്ട് ചെയ്യട്ടെ? ശരി, എളുപ്പമുള്ളത് പറഞ്ഞ അദ്ദേഹത്തെ. അപ്പോൾ വേർഡ് നാളെ നമുക്ക് നയാഗ്ര ഫോൾസിൽ പോകാം. സ്റ്റാർട്ട് ചെയ്യട്ടെ? നാളെ നമുക്ക് നയാഗ്ര ഫോൾസിൽ പോകാം. നാഴിക മുഖവോ? നാളെ നമുക്ക് നയാഗ്ര ഫോൾസിൽ പോകാം. നാളെ നമുക്ക് നയാഗ്ര ഫോൾസിൽ പോകാം. നാളെ നമുക്ക് നയാഗ്ര ഫോൾസിൽ പോകാം.
എവിടെ പോകാം നാളെ നമുക്ക് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് നോഫിൾസിൽ പോകാം. നാളെ നമുക്ക് നയാഗ്ര ഫോൾസിൽ പോകാം. നാളെ നമുക്ക് നോഫിൾസിൽ പോകാൻ ഞാൻ കേട്ടത്. അത്രയും കേട്ടു അല്ലേ? എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടാ. സത്യം പറയട്ടെ ഒരു കാര്യം, ഇത്രയും ചോദ്യം നീ ചോദിച്ചതില് മുമ്പേ ഒരെണ്ണം എനിക്ക് മനസ്സിലാക്കാൻ വെച്ചാൽ ആ ഒരു നിന്റെ ആ ലിപ് മൂവ്മെന്റ്സ് വെച്ച് എനിക്ക് ഇതല്ല മറ്റേ ഇത് 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 എള്ളുണ്ടാ ഇല്ല, ഞാൻ ഉത്തരം പറഞ്ഞില്ലേ? ഈ നോഫിൾസ് നയാഗ്ര ഫോൾസ് അടുത്തടുത്താണ്. ഞാൻ നിന്നോട് പറയട്ടെ, ഈ നോഫിൾസ് നമ്മൾ ഈ പച്ചക്കറിയും പലർക്കും മേടിക്കാൻ പോകുന്ന കടയുടെ പേരാണല്ലോ. അപ്പൊ അതിലോട്ട് പോകുന്ന വഴിക്കാണ് നയാഗ്ര ഫോൾസ്. സോറി, നയാഗ്രയിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ നോഫിൾസ്. അത് ഒത്തിരി നോഫിൾസ് ഉണ്ട്. എന്റെ തുടക്കവും ഒടുക്കവും ശരിയായിരുന്നു. അപ്പൊ ഈ നോഫിൾസും നയാഗ്രയാണ് പ്രശ്നം വന്നത്. സംഭവം എന്തായിരുന്നു? നാളെ നമുക്ക് നയാഗ്ര ഫോൾസിൽ പോകാം. പോകുന്നില്ല. കഴിച്ചോ? സത്യം പറയാട്ടോ, ഈ മുളകിന് ഒരുപാട് അല്ലി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കിത് മാറ്റി വെച്ചു. ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സമ്മർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറി കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ബാക്കിയാടും നമുക്ക് ഇതിന്റെ എന്താ പറഞ്ഞ അല്ലിയ അത് നമുക്ക് പാകാം. ഓക്കെ, ഇനി എന്നാ? ഇനി എനിക്ക് ഞാൻ ചെവിയിൽ വെക്കണം. ലാസ്റ്റ് വെച്ചോ എന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. എന്നിട്ട് ഞാൻ എനിക്കൊരു വേർഡും കൂടെ ഉണ്ട്. എനിക്കൊരു വേർഡ് വെച്ചോ, സമയം കളയണ്ട. ഓക്കെ, മ്യൂസിക്. ഓക്കെ, ശരിക്കും കേൾക്കാവോ? ശരിക്കും കേൾക്കാവോടി? കേൾക്കാവല്ലോ അല്ലേ? എൻ്റെ പേരെന്നാ? എൻ്റെ പേരറിയാലോ അല്ലേ? കേൾക്കത്തില്ല, ശരിയാ, കുഴപ്പമില്ല. പാട്ട് കേൾക്കാമെന്ന് ചോദിച്ചതാ. ഞാൻ അടുത്തത് ഇവളോട് ചോദിക്കാൻ പോകുന്നത് തോൽക്കാൻ മനസ്സില്ല. ഓക്കെ, ടൈമർ. നോട്ടാലോ? നോക്കാൻ തോൽക്കാൻ മനസ്സില്ല. നോക്കാൻ തോൽക്കാൻ മനസ്സില്ല. നോക്കാൻ തോൽക്കാൻ മനസ്സില്ല. നോക്കാൻ മനസ്സില്ല. തോൽക്കാൻ മനസ്സില്ല. നോക്കാൻ മനസ്സില്ല. തോൽക്കാൻ മനസ്സില്ല. നോക്കാൻ മനസ്സില്ല. തോൽക്കാൻ മനസ്സില്ല. തോക്കാൻ മനസ്സില്ല. പക്ഷെ അതൊരു തോൽക്കാൻ മനസ്സില്ല തന്നെയാണ്. പക്ഷെ ടൈമർ അടിച്ചായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞു കറക്റ്റ് പറയാൻ ടൈമർ അടിക്കാൻ വന്നായിരുന്നു. ഇത് 20. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു 29.5 സെക്കൻഡ്സിലോട്ട് പോയായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയി. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയി. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. നീ എടുക്കുന്ന അവലോസം എള്ളുണ്ടേടെ എനിക്ക് 5. നോ. അപ്പൊ ഇനി കഴിക്കാം. എനിക്ക് 6. നിനക്ക് പകുതിയാടി. നിനക്ക് 6. അപ്പൊ എനിക്കോ? 3. എനിക്ക് 3. ഓക്കെ, അപ്പം എന്റെ ചോദ്യമല്ല എടുത്തത്. ഇത് ലാസ്റ്റാണോ? എളുപ്പമുള്ള പറഞ്ഞേ. തോൽക്കാൻ മനസ്സില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ തോക്കുന്ന അവസ്ഥയാണ്. ആ ചോദ്യം മാറ്റിയാൽ മതിയായിരുന്നു. ഊരി ഇങ്ങ് പോരരുത്, അവിടെ ഇരുന്നോണം കേട്ടോ. ഓക്കെ അല്ലേ? Andaman and Nicobar Islands. കാഞ്ഞിരപ്പാറയില് Andaman and Nicobar Islands. ആലിയം Andaman and Nicobar. അഞ്ചപ്പാറയില് Andaman and Nicobar Islands. Andaman and Nicobar Islands. Andaman and Nicobar Islands. അഞ്ചപ്പാറയിൽ കോമളൻ വന്നോ? Andaman and Nicobar Islands. ആൻഡമാൻ പറഞ്ഞേ. Nicobar ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ശരിയാണ്. ഓ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് ഈ ദൈവം എന്ന് പറയുന്ന ഒരാൾ മേലുണ്ട്. മുമ്പത്തെ ചോദ്യം ഞാൻ നിന്നോട് ചോദിച്ചത് തോൽക്കാൻ മനസ്സില്ലെന്നായിരുന്നു. ഞാൻ തോറ്റില്ല. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ഞാൻ ഇപ്പൊ കൊച്ചിനെ എടുത്തിട്ട് പോരാവേ. ഓക്കെ, കൊച്ചു കേൾക്കുന്നുണ്ട്.
മ്യൂസിക് ഓഫ് ചെയ്തു. അപ്പൊ നമ്മുടെ പോയിന്റ്സ് തരായിരുന്നു. പോയിന്റ്സ് തരായിരുന്നു. പോയിന്റ്സ് 5-5 ആയിരിക്കും അല്ലേ? 4-6. അപ്പൊ ഞാൻ ജയിച്ചു. അപ്പൊ ഗിഫ്റ്റ് നമുക്ക് നേരെ പോവില്ല നാളെ. ആണോ? എന്നല്ല നീ പറഞ്ഞേ. അല്ല പോകത്തില്ല. 1 വഴിക്ക് നോഫിൾസ് കയറി ഇതുപോലത്തെ 2 പച്ചമുളക് മേടിക്കാം. എനിക്ക് വേണ്ട. അടുത്ത പരിപാടിക്ക് വെക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വിസ്പർ ചാലഞ്ച് 4-6 ഞാൻ ജയിച്ചു. എന്തായാലും ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ ഇപ്പോഴും ഒരു ചൊല്ല്. അതുകൊണ്ട് ഞാൻ വിട്ടു വന്നിരിക്കുക. പിന്നെ ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഒരിക്കലും മറക്കരുത്. ഞങ്ങളുടെ വരും വീഡിയോകൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഇതിലും അടിപൊളിയായിരിക്കും, ഇതിലും ചലഞ്ചിങ് ആയിരിക്കും, ഇതിലും ത്രില്ലിംഗ് ആയിരിക്കും. ഒരു കാരണവശാലും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പുതിയ വീഡിയോസ്. അടുത്ത തവണ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ടേക്ക് കെയർ.